ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. അങ്ങനെ BSA ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. കുറച്ച് നാൾക്ക് മുമ്പായിരുന്നു നമ്മുടെ ക്ലാസ് ലെജൻസ് ആ ഒരു BS എന്ന് പറഞ്ഞ മോഡൽ ഗ്ലോബലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗോൾഡ് സ്റ്റാർ എന്ന് പറഞ്ഞ മോഡലാണ് അവർ ആദ്യമായിട്ട് തന്നെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഈ ഒരു വണ്ടി നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ പോവുകയാണ്. ഓഗസ്റ്റ് 15 ഇത് ഇന്ത്യയിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഈ ഒരു ബ്രാൻഡ് BSA തന്നെയെന്ന് ആർക്കും ഉറപ്പൊന്നുമില്ല. എങ്കിലും എല്ലാ മീഡിയാസും പറയുന്നത് ക്ലാസ് ലെജൻസ് കൊണ്ടുവരാൻ പോകുന്ന ഈ പുതിയ ബ്രാൻഡ് BSA തന്നെയായിരിക്കും. ആ വണ്ടി ഗോൾഡ് സ്റ്റാർ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ക്ലാസ് ലെജൻസ് കൊണ്ടുവരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ, അതായത് നമ്മുടെ മഹേന്ദ്രയുടെ കീഴിലുള്ള ഒരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ആശങ്കയുണ്ട്. പണ്ട് മോജോ ഉണ്ടായിരുന്നു, വളരെ നല്ലൊരു വണ്ടിയായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല അടിപൊളി എഞ്ചിനൊക്കെ ആയിരുന്നു. പക്ഷേ അതിന് പാർട്സും ഇല്ല, സർവീസും ഇല്ല. പിന്നെ പയ്യെ ആ വണ്ടി തന്നെ ഇല്ലാണ്ടാണ് ചെയ്തത്. ഇപ്പം പിന്നെ അത് കഴിഞ്ഞ് ഒരു ജാവ കൊണ്ടുവന്നു, SD കൊണ്ടുവന്നു, അതും വലിയ കൊട്ടിക്കോഷിൻ്റെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. പിന്നെ നോക്കുകയാണെങ്കിൽ നല്ല സർവീസ് ഇല്ല, പാർട്സ് അവൈലബിലിറ്റി കുറയുന്നു, ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നു, അങ്ങനെ മൊത്തവും പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പം ഓൾറെഡി ഇവിടെ ഉള്ള തന്നെ മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് അവർ പുതിയൊരു ബ്രാൻഡൂടെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അവരുടെ സർവീസ് എങ്ങനെയായിരിക്കും, പാർട്സ് അവൈലബിലിറ്റി എങ്ങനെയായിരിക്കും, വണ്ടി റിലയബിൾ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ മേല. എങ്കിലും അവർ ധൃതി പിടിച്ച് പിന്നെയും പുതിയൊരു ബ്രാൻഡ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി വണ്ടി തന്നെയാണ്. ഇപ്പം നിലവിലുള്ള ജാവയും SD അതൊക്കെ നോക്കിയാലും വണ്ടിയൊക്കെ അടിപൊളി, ലുക്കിൻ്റെ കാര്യത്തിലായാലും പെർഫോമൻസിന് അതിലായാലും അവരുടെ വണ്ടിയെല്ലാം അടിപൊളി തന്നെയാണ്. നമുക്ക് ആ ഒരു ക്ലാസിക് ഫീലൊക്കെ ആ വണ്ടിയിൽ നിന്ന് ശരിക്കും കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു സെയിൽസും സർവീസും അതേപോലെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെയാണ് ശരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിലവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വണ്ടികളൊക്കെ അത്യാവശ്യം നല്ലപോലെ പച്ചപിടിച്ച് പോകുന്ന വണ്ടികൾ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഗോൾഡ് സ്റ്റാറിനെ നോക്കുകയാണെങ്കിൽ പക്ക പണ്ട് ആ ഒരു BSA ഇരുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ അവർ ഈ വണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എവിടെ നോക്കിയാലും നല്ല ക്ലാസിക് ഫീലാണ് കിട്ടുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബിൽഡായിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അതും നല്ലപോലെ തന്നെ ആ ഒരു ക്ലാസിക് ഫീൽ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അവരതിൽ ഒരുപാട് മോഡേൺ എലമെൻറ്റ്സും കൊടുത്തിട്ടില്ല. അതായത് വണ്ടി പണ്ട് എങ്ങനെ ഇരുന്നത് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് വണ്ടി മൊത്തത്തിലൊരു ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിലൊരു മോഡേൺ ടച്ച് എന്ന് പറയാനായിട്ട് ആകെപ്പാടെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഗ്ലാസ്സിൽ ചെറിയൊരു ഡിജിറ്റൽ ആ ഒരു ഡിസ്പ്ലേ പോലെ സാധനം വരുന്നുണ്ട്. അവിടെ ചില ഇൻഫർമേഷനൊക്കെ കാണിക്കാനുണ്ട്. അത് മാത്രമേ ഇതിലൊരു മോഡേൺ ടച്ച് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു USB ചാർജറും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പണ്ട് എങ്ങനെ ഇരുന്ന അതേപോലെ തന്നെ ക്ലാസ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. വണ്ടിയുടെ ബാക്കിയുള്ള ഹാർഡ്വെയർസ് ഒക്കെ നോക്കിയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നേക്കുന്നത് 41 mm ടെലിസ്കോപ്പിക് ഫോർക്കാണ്. റിയറിൽ വന്നേക്കുന്നത് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിലിറ്റി ഉള്ള ടിൻ ഷോക്സ് ആണ്. അതേപോലെ തന്നെ 320 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. 255 mm ഡിസ്ക്കാണ് റിയറിൽ വന്നേക്കുന്നത്. ബ്രംബോയുടെ കാലിപ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ പെർലിയുടെ ഫാൻഡോ എന്ന് പറഞ്ഞ ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ഹാർഡ്വെയർസ് ഒക്കെയാണ്. പിന്നെ സ്പോക്ക് വീൽസാണ് വരുന്നത്. ഫ്രണ്ടിൽ 18 ഇഞ്ചും റിയറിൽ 17 ഇഞ്ചാണ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABSും കാര്യങ്ങളൊക്കെ അവർ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വന്നേക്കുന്നത് ഒരു 650cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. ഏകദേശം 45 HP ഇതിൻ്റെ പവർ വരുന്നത്. 55 Nm ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ ഇതിൻ്റെ റൈവൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻ്റർസെപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇൻ്റർസെപ്റ്ററോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ കുറച്ച് മേൽക്കോയ്മ ഇൻ്റർസെപ്റ്റർ തന്നെയാണ്. കാരണം അതൊരു ടിൻ സിലിണ്ടറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റിഫൈൻമെൻറ്റും നല്ല സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്. അത്രയും റിഫൈൻമെൻറ്റൊന്നും ഈ ഒരു സിംഗിൾ സിലിണ്ടറിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് വന്നേക്കുന്നത് വിത്ത് സിൽപ്പർ കച്ചും അവർ കൊടുത്തിട്ടുണ്ട്. 780 mm വണ്ടിയുടെ സീറ്റ് ഏരിയ വരുന്നത്. 12 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് വന്നേക്കുന്നത്. 213 കിലോയോളം വണ്ടിക്ക് വെയിറ്റ് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 3.5 ലാക്കാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്, സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതായത് നമ്മുടെ ഇൻ്റർസെപ്റ്ററിൻ്റെ ഏറ്റവും കൂടിയ വേരിയൻറ്റിന് എക്സ്ഷോറൂം പ്രൈസും 3.5 ലാക്കേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ നല്ലപോലെ എസ്റ്റാബ്ലിഷ് ആയ നല്ലപോലെ അടിപൊളി വണ്ടിയായിട്ടുള്ള നമ്മുടെ ഇൻ്റർസെപ്റ്ററുമായിട്ടാണ് ഈ ഒരു വണ്ടി കോമ്പറ്റീഷൻ വരുന്നത്. പക്ഷേ ആ ഒരു ലുക്കിലൊക്കെ നോക്കിയാൽ പക്ക പ്രീമിയമാണ്. മൊത്തത്തിൽ ആ ഒരു പ്രീമിയം ലുക്ക് വണ്ടിയും തരുന്നുണ്ട്. ഇപ്പോൾ എഞ്ചിൻ ഒരു ലിക്വിഡ് കൂൾ ആണെങ്കിലും ആ ഒരു എസ്തെറ്റിക് കിട്ടാൻ വേണ്ടി അവർ ആ ഒരു എഞ്ചിനിൽ ആ ഒരു എയർ ഫിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പക്ക പ്രീമിയം ക്ലാസിക് ബൈക്കിൻ്റെ ലുക്കിലാണ് ഇത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ആ ഒരു ക്ലാസിക് ലെജൻസ് തന്നെയാണ്. അവർ പ്രോപ്പറായിട്ട് സർവീസും അതേപോലെ നല്ല റിലയബിലിറ്റി ഉള്ള വണ്ടിയൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ പച്ചപിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് SD ജാവയും പോലെ പോവുകയാണെങ്കിൽ BSAയും ഉടനെ തന്നെ പൂട്ടിക്കെട്ടി പോകുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.